എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മോഷനാണ്. ഓക്കെ, മോഷൻ നമ്മൾ ഓൾറെഡി 6th 7th 8th നമ്മൾ മോഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്, ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മോഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മോഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് റെസ്റ്റ് എന്താണെന്നാണ്. ഓക്കെ, എന്താ റെസ്റ്റ്? ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു, അതാണോ റെസ്റ്റ്? നമുക്ക് എപ്പോഴും റെസ്റ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു പുറത്ത് റോട്ടിൽ ഒരു പോസ്റ്റിൻ്റെ താഴെയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആ പോസ്റ്റിനെയാണ് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് പറയേണ്ടത്. അപ്പോൾ ആ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പോസ്റ്റിനെ നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ റെസ്റ്റിലാണ് എന്ന് പറയാം. ഞാനിനി അവിടെ നിന്ന് പതുക്കനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പോസ്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ പൊസിഷൻ എന്താണ്? ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് മോഷൻ. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിന്റ്. ഇനി മോഷൻ എന്ന് പറഞ്ഞാലോ ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിന്റ്. ഇനി വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു ബസ് മൂവ് ചെയ്യാണ്, അതിലെ പാസഞ്ചേഴ്സ് ഇരിക്കുകയാണ്, കുറേ പേര് ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആ ബസ് എന്താണ്? അത് മോഷനിലാണ് വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്. അത് ചുറ്റും ഉള്ള കാര്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലെ പാസഞ്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. പാസഞ്ചേഴ്സ് നോക്കൂ, ചിലർ നിൽക്കുന്നുണ്ട്, ചിലർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് തൊട്ട് മുമ്പിലിരിക്കുന്ന സീറ്റിലിരിക്കുന്ന പാസഞ്ചറും ബാക്കിലിരിക്കുന്ന ആളും തമ്മിൽ നോക്കുകയാണെങ്കിൽ അവരെന്താണ്? റെസ്റ്റിലാണ് എന്ന് പറയാം. പുറത്ത് നോക്കുകയാണെങ്കിലോ, പുറത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു ട്രീനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ ആ ട്രീനെ സംബന്ധിച്ചിടത്തോളം അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ബസ്സിൻ്റെ ഉള്ളിലാണ്, ബസ് മൂവ് ചെയ്യാണ്, അപ്പോൾ ആ പാസഞ്ചേഴ്സ് മൂവ് ചെയ്യാണ്. പക്ഷേ ബസ്സിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അവരെല്ലാം എന്തിലാണ്? റെസ്റ്റിലാണ് എന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് റെസ്റ്റ്? പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ്. പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ്, അതാണ് റെസ്റ്റ്. ഇനി മോഷൻ എന്താണ്? പൊസിഷൻ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ്. പൊസിഷൻ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ്. മോഷൻ ആൻഡ് റെസ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ അതിൻ്റെ പൊസിഷൻ മാറും. ഓക്കെ, ആ പൊസിഷൻ മാറുക എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ പൊസിഷൻ മാറുന്നതോടുകൂടെ അതൊരു കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന വേറൊരു പോയിന്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അതിനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പുറപ്പെടുന്നു. സ്കൂളിലേക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത് 2 kilometers ആണ്. ഇത് നിങ്ങളുടെ ഹൗസാണ്, ഇത് സ്കൂളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2 kilometers ആണ്. ഇനി നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടെ 1 kilometer ഉണ്ട്. ഇനി ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 kilometer കൂടെ ട്രാവൽ ചെയ്താലാണ് നമ്മൾ എന്തെത്തുള്ളൂ? സ്കൂളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എനിക്ക് നേരെ പോവുകയാണെങ്കിൽ 2 kilometer എനിക്ക് സ്കൂളിലെത്താം. പക്ഷെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ആ ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി, എന്നിട്ടാണ് നിങ്ങൾ സ്കൂളിലേക്ക് എത്തുന്നത്. സോ നിങ്ങൾ അവിടെ ആകെ സഞ്ചരിച്ച ദൂരം, ആകെ ട്രാവൽ ചെയ്തിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ആ പാത്ത് ലെങ്ത് ആണ് എന്ത്? ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടോട്ടൽ ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് എത്രയാവും? 3 kilometers. ഇതാണ് നിങ്ങളുടെ ഡിസ്റ്റൻസ്. ഓക്കെ, പാത്ത് ലെങ്ത്, എത്ര ദൂരം നിങ്ങൾ ട്രാവൽ ചെയ്തു, അതാണ് എന്ത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര ദൂരം ട്രാവൽ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ എത്തിയത് എവിടെയാണ്? സ്കൂളിലാണ്. അപ്പോൾ ഹൗസാണ് നിങ്ങളുടെ ഇനീഷ്യൽ പോയിന്റ്, സ്കൂളാണ് നിങ്ങളുടെ ഫൈനൽ പോയിന്റ്. സോ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ആകെ ദൂരം എത്രയാണ്? 2 kilometers ആണ്. അതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഡിസ്റ്റൻസിന് നമുക്ക് ആകെ അറിയേണ്ട കാര്യം എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലോ നമ്മൾ എവിടെ നിന്ന് എവിടേക്ക് സഞ്ചരിച്ചു അല്ലെങ്കിൽ ഏത് വഴിക്കാണ് സഞ്ചരിച്ചത് എന്നും കൂടെ അറിയണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അറിയാനായിട്ട് അതിൻ്റെ പാത്ത് ലെങ്ത് മാത്രം മതി. ഓക്കെ, അതിന് ആകെ കൂടെ വേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ്, പാത്ത് ലെങ്ത്, ആ ഒരു വാല്യൂ മാത്രം മതി നമുക്ക്, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലോ എവിടെ നിന്ന് എവിടേക്ക് ആ ദൂരവും വേണം, എവിടെ നിന്ന് എവിടേക്ക് ആ ഡയറക്ഷനും കൂടെ വേണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഡിസ്റ്റൻസിന് വേണ്ടത്. ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് മാഗ്നിറ്റ്യൂഡും വേണം ഡയറക്ഷനും വേണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം വേണ്ട ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റീസ്, മാഗ്നിറ്റ്യൂഡ് മാത്രം വേണ്ട ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണ്ട ക്വാണ്ടിറ്റീസ് ആണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ സ്കേലാർ ക്വാണ്ടിറ്റീസിന് ഒരു എക്സാമ്പിൾ ആണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ സ്കേലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി. സ്കേലാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ എന്ത് മാത്രമേ വേണ്ടൂ? മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഇനി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണ്ട ക്വാണ്ടിറ്റീസ് ആണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ ടോപ്പിക്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, അത് രണ്ടും നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നമ്മളുടെ ഈ ചാനൽ, ഫിസിക്കോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്